മഴത്തോരും മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അലീനയും ഔതക്കുട്ടിച്ചായനും കൂടി സുഖമില്ലാതെ കിടക്കുന്ന എൽസമ്മയെ കാണാൻ പോയ ദിവസം വൈകിട്ട് സ്റ്റാൻലി തോട്ടത്തിലേക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ ബബിതയെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. ആ യാത്ര ബബിതയുടെയും സ്റ്റാൻലിയുടെയും ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ബബിത വൈജയന്തിയുടെ തനി സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ ആ യാത്രക്കിടയിൽ കൂടെ 24 വർഷങ്ങൾക്ക് പിൻപിലുള്ള പ്രണയാനുഭവങ്ങളുടെ ഓർമ്മകളിലേക്ക് സ്റ്റാൻലി ഊളിയിട്ടുകൊണ്ടേയിരുന്നു. മടങ്ങി വരുന്ന വഴിയിൽ ബേക്കറിയിൽ കയറി ഐസ്ക്രീമൊക്കെ ആവശ്യത്തിന് വാങ്ങിക്കൊടുത്തിട്ടാണ് ബബിതയുമായിട്ട് അയാൾ മടങ്ങിയെത്തിയത്. ഔതക്കുട്ടിച്ചായനും അലീനയും തിരികെ എത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞു. ബബിത അവരെ കാത്തിരിക്കുകയായിരുന്നു. വന്ന് കയറിയ പാടെ അലീനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ബബിത പകൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുവാൻ തുടങ്ങി. എത്ര പറഞ്ഞിട്ടും ബബിതയ്ക്ക് മതി വരുന്നില്ല. സ്റ്റാൻലി അവളെ തോട്ടത്തിൽ കൊണ്ടുപോയതും കുളത്തുപുഴ ടൗണിൽ കൊണ്ടുപോയതും അതിനിടെ അവളോട് സംസാരിച്ചതുമെല്ലാം ഇതിനകം വിസ്തരിച്ച് കഴിഞ്ഞിരുന്നു. എന്നിട്ടും എന്തൊക്കെയോ പറയാൻ വിട്ടുപോയി എന്നാണ് അവളുടെ തോന്നൽ. അലീനയ്ക്കും അതിശയമായിരുന്നു. താൻ ആദ്യമായി ഇവിടെ വന്നപ്പോൾ പോലും ഇത്ര പെട്ടെന്നൊരടുപ്പം പപ്പ കാണിച്ചിട്ടില്ല. സന്തോഷത്തോടൊപ്പം മനസ്സിൽ അസൂയ കൂമ്പും തലനീട്ടി. ഓഫീസിൽ ചെന്നപ്പോൾ പപ്പയുടെ മോളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നോ? ബബിത ചോദിക്കുകയാണ്. അതിപ്പം 3 വട്ടം നീ എന്നോട് പറഞ്ഞു. ഷോ, എൻ്റെ ഒരു മറവി. ബബിത ചിരിച്ചു. മറവിയല്ലടി, ആവേശം. പെണ്ണിന് എൻ്റെ പപ്പയങ്ങ് പിടിച്ചു. എൻ്റേതൊന്ന് പറയല്ലേ അലീന ചേച്ചി, നമ്മുടേതൊന്ന് പറ. ഞങ്ങളുടെ അച്ഛനെ അലീന ചേച്ചിക്ക് വിട്ടുതന്നില്ലേ? ഒരു കഥയും അറിയാതെ തന്നെ അച്ഛനെ പങ്കുവെക്കാൻ സമ്മതിച്ചില്ലേ? ശരിയാണ്. അലീനയ്ക്കപ്പോൾ ആ വികാരം മനസ്സിലായി. അച്ഛൻ തന്ന അംഗീകാരവും സ്വാതന്ത്ര്യവും സ്നേഹവാത്സല്യങ്ങളും എല്ലാം അംഗീകരിച്ചിട്ടുള്ളവളാണ് ബബിത. അതും താൻ അവളുടെ സ്വന്തം സഹോദരിയാണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ. അലീന പറയുകയാണ്, നീ എടുത്തോടി എൻ്റെ പപ്പയെ. സോറി കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയതുകൊണ്ടാ. അലീന വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടന്ന അളകങ്ങൾ മാടി വെച്ചു. എൻ്റെ മാത്രമല്ലെന്ന് അറിയാഞ്ഞിട്ടല്ല, വേറെയും 3 മക്കൾ കൂടി ഉണ്ടല്ലോ. എന്നാലും ഇത്രയും കാലം ഇല്ലാതിരുന്ന് കിട്ടിയപ്പോൾ എൻ്റെ മാത്രമാണെന്നൊരു വിചാരം. സാരമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിന്നോട് ഇത്രയ്ക്ക് അടുപ്പവും സ്നേഹവും കാണിക്കുമ്പോൾ അത് പപ്പ എന്നോട് കാണിക്കുന്നത് പോലെയല്ലേ? നിന്നെ ഞാൻ കുളത്തുപുഴയ്ക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് പപ്പ നിന്നോട് മിണ്ടാതിരുന്നിരുന്നെങ്കിൽ അത് എനിക്ക് എന്തുമാത്രം സങ്കടമായി പോയനെ. ഇവിടെ ആൻ്റപ്പൻ ചേട്ടനും പൗലോസ് ചേട്ടനും ഒക്കെ അതിശയമാ പപ്പ എന്നോട് ഇത്രയും പെട്ടെന്ന് അടുപ്പം കൂടിയത് കണ്ടിട്ട്. അതെന്താ അലീന ചേച്ചി പപ്പയ്ക്ക് എന്നോട് ഇത്രയും അടുപ്പം തോന്നാൻ? അലീന അർത്ഥവത്തായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, എന്തോ എനിക്കറിയില്ല. ചേച്ചിക്കറിയാം, എന്നോട് പറയാത്തതാ. പറ ചേച്ചി. അതെ, നമ്മുടെ അമ്മയോട് പപ്പയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്ന് കരുതിയാൽ മതി. കുറേ നാൾ ഒന്നിച്ച് ജീവിക്കുകയും ചെയ്തിട്ടില്ലേ? എന്നിട്ടിപ്പോൾ അമ്മയുടെ ഛായയിൽ നിന്നെ കണ്ടപ്പോൾ പണ്ട് സ്നേഹിച്ചിരുന്ന ആളുടെ മോളാണെന്ന് അറിയുമ്പോൾ ആർക്കായാലും ഒരു വാത്സല്യം തോന്നും. അത് സ്വാഭാവികമാണ്. ഇപ്പോഴും അമ്മയോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവുമോ പപ്പയ്ക്ക്? ഇപ്പോൾ ഉണ്ടാവണമെന്നില്ല, എന്നാലും ആ ഓർമ്മയൊക്കെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവോ? എന്തൊക്കെയോ വാങ്ങിച്ച് തരണമെന്നുണ്ട് പപ്പയ്ക്ക്, പക്ഷേ എന്താ വാങ്ങേണ്ടതെന്ന് നിശ്ചയമില്ല. അലീന ചേച്ചി ഫ്രിഡ്ജ് തുറന്നു നോക്കിയേ, ഐസ്ക്രീം എത്ര എണ്ണമാണ്, അതും പലതരം. ബബിത സന്തോഷത്തോടു കൂടി പറയുകയാണ്. എന്നോട് വേറൊരു കാര്യം കൂടി പപ്പ പറഞ്ഞു, ഇവിടെ കുറേ നാൾ താമസിച്ചോളാൻ, ഉടനെ എങ്ങും തിരിച്ചു പോകണ്ടെന്ന്. അപ്പോൾ ചിരിച്ചുകൊണ്ട് അലീന പറയുകയാ, എന്തിനാ കുറേ നാളാക്കുന്നത്? നീ ഇവിടെ സ്ഥിരമായിട്ടങ്ങ് താമസിച്ചോടി. ചേച്ചി അഞ്ചലിന് പോയിട്ട് അവിടുത്തെ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. നീയൊന്ന് നിർത്തിയിട്ട് വേണ്ടേ എനിക്ക് തുടങ്ങാൻ? യോ സോറി. എന്നാൽ ഇനി അലീന ചേച്ചി പറ, ഞാൻ കേട്ടോണ്ടിരിക്കാം. പറയാൻ അത്രയ്ക്കൊന്നുമില്ല. എൽസമ്മ ആൻറ്റിയുടെ, അതായത് പപ്പയുടെ ഭാര്യ, പുള്ളിക്കാരിയുടെ സ്ഥിതി കുറച്ച് കഷ്ടത്തിലാ. ഹോസ്പിറ്റലിലാണോ അതോ വീട്ടിലാണോ? ഇപ്പോൾ വീട്ടിലാ. ശരീരത്തിൻ്റെ ഒരു പാതി അങ്ങ് തളർന്നുപോയി. കോണിപ്പടിയിൽ വെച്ച് സ്ലിപ്പർ തെന്നിയിട്ടായിരുന്നു വീഴ്ച. ജോലിക്കാരി തുടച്ചുകൊണ്ടിരുന്നപ്പോൾ ബക്കറ്റിലെ സോപ്പ് വെള്ളം മറിഞ്ഞ് നനഞ്ഞു കിടക്കുകയായിരുന്നു. നട്ടലിന് പൊട്ടലുണ്ട്. അതുകൂടാതെ തല സ്റ്റെപ്പിലിടിച്ചു. അതാ കുഴപ്പമായത്. അപ്പോൾ എണീക്കാനും നടക്കാനും ഒന്നും പറ്റില്ലേ? തനിയെ തിരിഞ്ഞ് കിടക്കാൻ പോലും വയ്യ മോളെ. ഒരു കാലും ഒരു കൈയും അനക്കാം, അത്രയേ ഉള്ളൂ ചലനശേഷി. യോ കഷ്ടം. അപ്പോൾ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാ? വായ് ഒരു വശത്തേക്ക് കോടിപ്പോയി. മൂക്കിൽ കൂടി ട്യൂബ് ഇട്ടിരിക്കുകയാണ്. ജ്യൂസ് മാത്രമേ കൊടുക്കാൻ പറ്റൂ, പഴച്ചാറും ബാർലി വെള്ളവും. അത് വലിയ കഷ്ടമാണല്ലോ ചേച്ചി. അവിടെ ആരാ നോക്കാനുള്ളത്? ഒരു ഹോം നേഴ്സ് ഉണ്ടായിരുന്നത്രേ, അവരും പിണങ്ങിപ്പോയി. വേറെ ജോലിക്കാരിക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരവസ്ഥയിലുള്ള ആളെ നോക്കുക എന്ന് പറയുമ്പോൾ ആരും വരാൻ തയ്യാറല്ല. കിടന്ന കിടപ്പിലല്ലേ മലമൂത്ര വിസർജനമൊക്കെ. അതൊക്കെ ക്ലീൻ ചെയ്യണം, തുടയ്ക്കണം, മേല് കഴിയിക്കണം, കൂടെ തിരിച്ചും ചരിച്ചുമൊക്കെ കിടത്തണം. ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ ആരെ കിട്ടാനാ? പ്രായമായ പെൺമക്കളില്ലേ ചേച്ചി, അവർ ചെയ്യില്ലേ? പഠിക്കുന്ന കുട്ടികളല്ലേ അവർ. അതിനിടയിൽ ടാനിയ മാത്രമേ ഉള്ളൂ പ്രായപൂർത്തിയായവൾ. ടെൽസയ്ക്ക് ബുദ്ധി ഉറച്ചിട്ടില്ല. ടോജോ ഏറ്റവും ഇളയ കുട്ടിയാണ്. അവർക്കൊന്നും അറിയില്ല മോളെ. ടാനിയ വേണം എന്തെങ്കിലും ചെയ്യാൻ. അവൾക്ക് മമ്മിയെ കിടത്തിയിരിക്കുന്ന മുറിയിലേക്ക് കയറുന്നത് പോലും അറപ്പാണ്. ആ ആൻറ്റിയുടെ ചേച്ചി ഒരാളില്ലേ, എന്താ ആൻറ്റിയുടെ പേര്? റീത്താമ്മ. അവർ നോക്കില്ലേ? നന്നായി. അവർ ആ വാതിക്കൽ വന്ന് നോക്കി നിൽക്കും. എന്നിട്ട് വഴക്ക് പറഞ്ഞ് ടാനിയായും ടെൽസയും കൊണ്ട് ഓരോന്ന് ചെയ്യിക്കും.
റീത്താമ്മ ആന്റിക്ക് അനുജത്തി എന്ന് വെച്ചാൽ വലിയ കാര്യമാണെന്നല്ലേ ചേച്ചി പറഞ്ഞത്? അതും പോരാഞ്ഞ് ആങ്ങളമാരും കുറെ പേരില്ലേ? നല്ല ജീവനോടെ ഓടി നടക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും മോളെ. എണീക്കാൻ വയ്യാണ്ട് കിടപ്പിലായി പോയാൽ അപ്പോഴറിയാം ഓരോരുത്തരുടെ തനിനിറം. ഒരുപാട് നാൾ ഇങ്ങനെ കിടത്താതെ മുകളിലോട്ട് എടുത്തോണമെന്ന് പ്രാർത്ഥിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഒരു കൈ സഹായിക്കാൻ മാത്രം ആരും കാണില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. റീത്താമ്മ ആന്റിക്കും ആങ്ങളമാർക്കും അവരുടേതായിട്ടുള്ള കുടുംബങ്ങളുണ്ട്. അവർ നോക്കുമ്പോൾ എൽസമ്മ ആന്റിയുടേത് വേറൊരു കുടുംബമല്ലേ? ഭർത്താവുണ്ട്, മക്കളുണ്ട്, സ്വത്തുണ്ട്. അങ്ങനെയുള്ളപ്പോൾ മക്കൾക്കും ഭർത്താവിനുമൊക്കെ അല്ലേ എൽസമ്മ ആന്റിയെ നോക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളത്? അപ്പൊ പിന്നെ അവർ ശുശ്രൂഷിക്കട്ടെ. മറ്റുള്ളവർ ചെയ്യേണ്ട ജോലി നമ്മൾ എന്തിനു ചെയ്യുന്നു? ഇങ്ങനെയൊക്കെ ഓരോ ന്യായങ്ങൾ ഓരോരുത്തർക്കും പറയാനുണ്ടാവും. പക്ഷേ എൽസമ്മ ആന്റിക്ക് ആ കിടക്കുന്ന കിടപ്പിൽ കിടക്കുമ്പോൾ 1-2 കോടി രൂപയുടെ ഒരു ലോട്ടറി അടിക്കട്ടെ. ശുശ്രൂഷിക്കാൻ ഒരു ചാൻസിന് വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കും. അത് കേട്ടുകൊണ്ട് ബബിത പറയുക, നേരാ ചേച്ചി, നമ്മുടെ മുത്തശ്ശിയെ ഇപ്പോൾ ആർക്കും വേണ്ട. അമ്മയായിരുന്നു അമ്മമ്മയുടെ ഒരേ ഒരു ആശ്വാസം. പിന്നെ അലീന ചേച്ചി. മോളെ, എത്ര വിളവെടുത്തതാണെങ്കിലും ആർക്കും ഉപകാരമില്ലാതെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും അവഗണിക്കും. മറ്റുള്ളവർക്ക് ഭാരമായ മനുഷ്യ ശരീരം എല്ലാവരാലും വെറുക്കപ്പെടും. ശവത്തിന് കിട്ടുന്ന നീതി പോലും പിന്നെ കിട്ടില്ലതിന്. സ്നേഹനികേതനത്തിൽ അങ്ങനെ എത്രയോ പേരുണ്ടായിരുന്നു, ആർക്കും വേണ്ടാത്തവർ, വെറുക്കപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ. അപ്പോൾ ബബിത, ഷോ, ആ കുട്ടികളുടെ കാര്യം കഷ്ടത്തിലാവുമല്ലോ ചേച്ചി. അലീന ഒരു ദീർഘനിശ്വാസം എടുത്തു. എന്നിട്ട് പറയുക, ഇല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ എൽസമ്മ ആന്റി ഒരു 3 മാസത്തിനപ്പുറത്ത് ജീവിച്ചിരിക്കില്ല. പക്ഷേ നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? 3 മക്കളില്ലേ? ഞാൻ തന്നെ പോയി നിൽക്കും മോളെ. വേറൊരു മാർഗവും നോക്കിയിട്ട് കാണുന്നില്ല. പപ്പ സമ്മതിച്ചാൽ മാത്രം മതി. അവർക്കെല്ലാവർക്കും ചേച്ചിയോട് ഭയങ്കര വിരോധമല്ലേ? എന്തു വിശ്വസിച്ചാ അവിടെ പോയി താമസിക്കുന്നത്? അവരുപദ്രവിച്ചാലോ? ഇല്ല, നമ്മളൊരു ഭാരം ഏറ്റെടുക്കാൻ ചെല്ലുമ്പോൾ ആരും തടയാൻ വരില്ല. അല്ലെങ്കിലും ചുമന്നല്ലേ പറ്റൂ. അവളെ ചുമക്കട്ടെ എന്നും പറഞ്ഞ് അവർ മാറി നിൽക്കും. പപ്പ സമ്മതിച്ചാ ചേച്ചി പോവോ? പോണം. അപ്പം ഞാനോ? പപ്പയല്ലേടി ഇവിടെയുള്ളത്? അതും പോരെങ്കിൽ അവതക്കുട്ടിച്ചായനില്ലേ? വല്യപ്പച്ചൻ്റെ കൂടെ ഇരുന്ന നേരം പോകുന്നത് അറിയില്ല. പഴയ വീരകഥകൾ ഒരുപാടുണ്ട് പറയാൻ. അയ്യോ, അലീന ചേച്ചി ഇല്ലാതെ ഞാനിവിടെ താമസിക്കില്ല. എൻ്റെ മോളെ, ഈ അഞ്ചലെന്ന് പറയുന്ന സ്ഥലം അങ്ങ് ഗോകർണത്തൊന്നും അല്ല. ഇവിടുന്ന് കഷ്ടിച്ച് 18 കിലോമീറ്റർ, 1/4 മണിക്കൂർ മതി അങ്ങോട്ട് എത്താൻ. നിനക്ക് ദിവസേന 10 തവണ അവിടെ വന്നിട്ട് തിരിച്ചു പോരാനുള്ള സമയം കിട്ടും. ഇടയ്ക്ക് എനിക്ക് ഇങ്ങോട്ടും വരാം. എന്നെ ഇവിടെ വിട്ടിട്ട് പോകുന്ന കാര്യം ചേച്ചി ആലോചിക്കുകയേ വേണ്ട. ഞാനും വരും കൂടെ. പറയുന്നത് കേൾക്കുമോളെ. 2 ദിവസം നീ അഡ്ജസ്റ്റ് ചെയ്യണം. 2 ദിവസവും നിനക്ക് വേണമെങ്കിൽ അഞ്ചലിൽ വരാം, എന്നിട്ട് തിരിച്ചു പോരണം. നീ ഇവിടെ ഉണ്ടെങ്കിൽ പപ്പ വലിയ എതിർപ്പില്ലാതെ എന്നോട് പൊക്കോളാൻ സമ്മതിച്ചേക്കും. നമ്മൾ 2 പേരും കൂടി പോവുകയാണെന്നറിഞ്ഞാൽ ഒട്ടും സമ്മതിക്കില്ല. പപ്പയ്ക്കല്ലേ ചേച്ചി ഉത്തരവാദിത്തം? അവരുടെ കാര്യത്തിൽ പപ്പയല്ലേ മുൻകൈ എടുക്കേണ്ടത്? അത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ. അവർ പപ്പയെ വിട്ടുപോയിട്ട് കുറേ വർഷങ്ങളായി. പൈസയ്ക്ക് വേണ്ടിയല്ലാതെ ആരും ഇങ്ങോട്ട് വരാറില്ല. ഫോൺ കോൾ പോലുമില്ല. എൽസമ്മ ആന്റിക്ക് ചേച്ചിയും ആങ്ങളമാരും പറയുന്നതായിരുന്നു വേദവാക്യം. അങ്ങനെ അമ്മയും മക്കളും ചേർന്ന് ഒരു കക്ഷി, പപ്പ എതിർകക്ഷി. വർഷങ്ങൾ കൊണ്ട് 2 കക്ഷികളും അകന്നകന്ന് അന്യരെ പോലെയായി മാറി. എന്നാലും സ്വന്തം ഭാര്യയും മക്കളും അല്ലേ ചേച്ചി? പുറമേ നിന്ന് നോക്കുന്നവർക്ക് അങ്ങനെ കാണാനും ചിന്തിക്കാനും പറയാനും ഒക്കെ എളുപ്പമാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് ഉണ്ടാകണമെങ്കിൽ പരസ്പര സഹവാസം വേണം മോളെ. പരസ്പര വിശ്വാസം വേണം, പരസ്പര ബഹുമാനം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കണം, സമാധാനിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നുമില്ലാതെ ഞങ്ങൾ ഭാര്യയും മക്കളുമാണ്, മര്യാദയ്ക്ക് ഇവിടെ വന്ന് സ്നേഹിച്ചിട്ട് പോ എന്ന് പറഞ്ഞാൽ ആര് പോകും? സ്വന്തം പെറ്റമ്മയായാലും ശരി, ശത്രുതയാണ് കാണിക്കുന്നതെങ്കിൽ ആരും വെറുത്തു പോകും. ഉടനെ ബബിത ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, നമ്മുടെ അമ്മ അലീന ചേച്ചിയോട് ശത്രുതയല്ലേ കാണിച്ചിട്ടുള്ളൂ? എന്നിട്ടും അലീന ചേച്ചിക്ക് വെറുപ്പല്ലല്ലോ അമ്മയോടുള്ളത്. അമ്മയ്ക്ക് അറിയില്ലല്ലോ മോളെ, ഞാൻ അമ്മയുടെ മോളാണെന്ന്. അതറിയുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അമ്മ തന്നെയായിരിക്കും. ബബിത അല്പനേരം മൗനമായിരുന്നു. പിന്നെ വല്ലായ്മയോടെ പറയുകയാണ്, ചേച്ചി എന്നെ ഇവിടെ ജാമ്യം നിർത്തിയിട്ട് നാളെ അങ്ങ് പോകും അല്ലേ? അങ്ങനെ ഒരു ആവശ്യം വന്നതുകൊണ്ടല്ലേടാ. അല്ലെങ്കിൽ നിന്നെ വിട്ടിട്ട് ഞാൻ മറ്റെവിടെയെങ്കിലും പോവോ? മറ്റന്നാൾ ഞാനിങ്ങ് വരാം. അല്ലെങ്കിൽ എനിക്ക് ഡെയിലി ഇവിടെ വന്ന് കിടക്കാമല്ലോ. രാത്രി 10-ന് പോന്നാലും 10:45 ഇവിടെ എത്തും. എന്നാലും എന്നെ അങ്ങോട്ട് അടുപ്പിക്കില്ല അല്ലേ? മോളെ, അതിന് പറ്റിയ സ്ഥലമല്ല. നിനക്കിപ്പോൾ വേണ്ടത് മനസ്സിന് കുറച്ച് സന്തോഷമാണ്. ഇവിടെ നിനക്കത് കിട്ടും. ചേച്ചിയെ സഹായിക്കുന്നത് എനിക്ക് സന്തോഷമായിരുന്നു. സമ്മതിച്ചു. ആവശ്യം വരുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചോളാം. അതുവരെ നീ ഇവിടെ നിൽക്ക്. ബബിതയെ ഒരുവിധം സമാധാനിപ്പിച്ച ശേഷമാണ് അലീന സ്റ്റാൻലിയെ സമീപിച്ചത്. കുസൃതിക്കുട്ടിയുടെ ചെവിക്ക് പിടിക്കുന്ന മട്ടിൽ അവൾ പപ്പയുടെ ദൗർബല്യത്തിൽ ഊന്നിക്കൊണ്ട് തുടങ്ങി വെച്ചു. ഇന്നിവിടെ ചില അത്ഭുതങ്ങളൊക്കെ നടന്നു എന്ന് കേട്ടല്ലോ. സ്റ്റാൻലി നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്തത്ഭുതം? പപ്പ ഇന്ന് ബബിതയെ വിളിച്ചുകൊണ്ട് തോട്ടത്തിൽ പോയായിരുന്നു. പോയി. അതിലെന്താ അത്ഭുതം? എടുത്ത് തോളിൽ വെച്ചോണ്ടൊന്നും അല്ലല്ലോ പോയത്. ജീപ്പിൽ സീറ്റ് ഉണ്ടായിരുന്നു. ബബിത കയറിയിരുന്നു. ഞാൻ ജീപ്പ് ഓടിച്ചു. മോളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയോ ആരെങ്കിലും? ഓഫീസിൽ വെച്ച് ആരോ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കാണുമായിരിക്കും.
അതിനിപ്പോൾ എന്താ പ്രശ്നം? അങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? ഒരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല, ബബിതയ്ക്ക് അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. പക്ഷെ പപ്പ ടൗണിൽ കൊണ്ടുപോയി ബേക്കറിയിൽ വിളിച്ചു കയറ്റി ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തത് കുറച്ച് കടന്ന കൈയായി പോയില്ലേ എന്ന് എനിക്കൊരു സംശയം. അലീന ഒരു കള്ളച്ചിരിയോടെ പപ്പയുടെ മുഖത്തേക്ക് നോക്കി. നീയല്ലേ പറഞ്ഞത് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണമെന്ന്? സമ്മതിച്ചു. പക്ഷേ ഫ്രിഡ്ജിനകത്ത് ഐസ്ക്രീം എത്ര എണ്ണമാ? അതും ഏതെല്ലാം ഐറ്റമാണ്? അവൾക്കത് ഇഷ്ടമാണെന്ന് മനസ്സിലായപ്പോൾ കുറച്ച് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. ഇടയ്ക്ക് വല്ലപ്പോഴും എടുത്ത് കഴിച്ചോട്ടെ. എപ്പോഴും ടൗണിൽ കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കാൻ എനിക്ക് പറ്റുമോ? അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഞാനിവിടെ വന്നിട്ട് മാസങ്ങൾ കുറേ ആയി. എനിക്കിതുവരെ ആരും ഒരു ഐസ്ക്രീം പോയിട്ട് ഒരു കഷ്ണം ഐസ് പോലും വാങ്ങി തന്നിട്ടില്ല. നീ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നോട്? അല്ലെങ്കിൽ തന്നെ ആ കുട്ടിയെ പോലെയാണോ നീ? നിനക്ക് ഐസ്ക്രീം തിന്നേണ്ട പ്രായം കഴിഞ്ഞില്ലേ? അത്രയും കേട്ടപ്പോഴേക്കും ഒരു കള്ള ഗൗരവം മുഖത്ത് വരുത്തിക്കൊണ്ട് അലീന പറയുകയാണ്. അതെ, ഇപ്പൊ പറഞ്ഞ അതൊന്ന് എഴുതി തരണേ പപ്പയെ. ഏതെങ്കിലും കല്യാണത്തിനോ മറ്റോ ആരെങ്കിലും ഐസ്ക്രീം തന്നാൽ എനിക്കിത് കാണിക്കാമല്ലോ. എനിക്ക് ഐസ്ക്രീം കഴിക്കാനുള്ള പ്രായം കഴിഞ്ഞു പോയി എന്നുള്ള സർട്ടിഫിക്കറ്റ്. പിന്നാരും ഐസ്ക്രീമുമായിട്ട് എൻ്റെ അടുത്ത് വരില്ലല്ലോ. അലീന അത്രയും പറഞ്ഞപ്പോഴേക്കും സ്റ്റാൻലിയുടെ ഗൗരവത്തിൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീണു. നീ വന്ന് കയറിയതേ അവളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു അല്ലേ? പിന്നല്ലാതെ. അവൾ നിലത്തൊന്നും അല്ലല്ലോ നിൽക്കുന്നത്. എൻ്റെ പപ്പയല്ലത്രേ, അവളുടെയും കൂടെ പപ്പയാണെന്ന്. ഇനി എൻ്റെ കടിഞ്ഞൂലവകാശം കൂടെ തീരെഴുതി കൊടുത്താൽ മതി. ഈ പാലായിന്ന് വരുന്നവരെ അവഗണിച്ചു എന്നുള്ള നിന്റെ പരാതി അങ്ങ് തീർന്നല്ലോ. പക്ഷെ പാലായിന്ന് വരുന്ന എല്ലാവർക്കും വൈജയന്തിയുടെ മുഖമില്ല പപ്പായെ. ആ പറഞ്ഞതങ്ങേറ്റു. സ്റ്റാൻലി ജാള്യം മറയ്ക്കുവാൻ ഫാൻ കറങ്ങുന്നതും ജനൽ കർട്ടൻ ഇളകുന്നതുമൊക്കെ നോക്കി നിന്നു. ഉടനെ അലീന പറയുകയാണ്, പപ്പ അഞ്ചലിൻ്റെ വിശേഷമൊന്നും ചോദിച്ചില്ല. എനിക്കറിയാൻ അത്ര താല്പര്യമില്ല. എന്നാലും നിന്റെ താല്പര്യത്തിൽ നീ അങ്ങ് പറഞ്ഞു. പപ്പ അറിഞ്ഞതിനേക്കാളും വലിയ കുഴപ്പത്തിലാണ് എൽസമ്മ ആൻറ്റിയുടെ ഇപ്പോഴത്തെ സ്ഥിതി. അലീന താൻ അവിടെ പോയപ്പോൾ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. സ്റ്റാൻലി അസ്വസ്ഥനായി മുറിയിലൂടെ ജനാലയിലേക്കും വാതിൽക്കലേക്കും നടന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ സ്റ്റാൻലി മേശക്കരികെ നിലയുറപ്പിച്ചു. എന്തോ ആലോചിച്ചു നിന്നിട്ട് അലമാര തുറന്നു മദ്യക്കുപ്പിയും ഗ്ലാസും എടുത്ത് ടീപ്പോയിന്മേൽ വെച്ചു. അയാൾ മുഖം തിരിച്ച് അലീനയെ നോക്കി. പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇല്ല. ബാക്കി കൂടി പറഞ്ഞു. പപ്പയ്ക്ക് പറയാനുള്ളത് കേട്ടിട്ട് വേണം. എനിക്കൊന്നും പറയാനില്ല. പപ്പയുടെ ഭാര്യയാണ് തനിയെ ഭക്ഷണം കഴിക്കാൻ വയ്യാതെ സംസാരിക്കാൻ പോലും കഴിയാതെ അവിടെ കിടക്കുന്നത്. ആയിരുന്നു. ഇപ്പോഴും ഭാര്യയല്ലേ? ബന്ധം പിരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ബന്ധം പിരിയാൻ കുടുംബക്കോടതി തന്നെ വേണമെന്നില്ല. മനുഷ്യൻ്റെ മനസ്സിലാണ് താലി കെട്ടുന്നതും പൊട്ടുന്നതുമെല്ലാം. പപ്പ കുടുംബക്കോടതിയിൽ വെച്ച് പിരിഞ്ഞാൽ ആ ബന്ധം അറ്റുപോകും. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. മനസ്സിൽ പൊട്ടിയ താലി മനസ്സിൽ തന്നെ വിളക്കി ചേർക്കാനും നമുക്ക് പറ്റും. നീ ഇപ്പം എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റാൻലിക്ക് ദേഷ്യം കയറി തുടങ്ങി. പപ്പയാണ് അവരെ നോക്കേണ്ടത്. അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതും പപ്പയാണ്. ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഇത്രയും കാലം എന്നെ വേണ്ടായിരുന്നു അവർക്ക്. ചേച്ചിയും ആങ്ങളമാരുമായിരുന്നല്ലോ അവളുടെ കാണപ്പെട്ട ദൈവങ്ങൾ. അവരൊക്കെ എവിടെ പോയി? ഒരു വീഴ്ച വന്നപ്പോൾ മാത്രം ഞാൻ ചുമതലക്കാരനാകുന്ന ന്യായം അതെനിക്കങ്ങോട്ട് പെട്ടെന്ന് ദഹിക്കില്ല. പപ്പ, നമ്മളങ്ങനെ ന്യായത്തിന് മത്സരം വെച്ചാൽ ന്യായങ്ങളൊക്കെ ജയിക്കും, മനുഷ്യൻ തോറ്റുപോകും. ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ എൽസമ്മ ആൻറ്റി അവിടെ കിടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ. ഞാനിവിടെ ഒരു വീഴ്ച പറ്റി കിടപ്പിലായി പോയിരുന്നെങ്കിൽ അവരാരെങ്കിലും വരുമായിരുന്നോ അലീന ഇങ്ങോട്ട്? അവരുടെ പട്ടി പോലും തിരിഞ്ഞു നോക്കത്തില്ല. അത്രയ്ക്കൊന്നും ഞാൻ അവരെ അവഗണിച്ചിട്ടില്ല. ചികിത്സയ്ക്ക് പണം കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കും. ആ കൊടുക്കുന്ന പണം അവർക്ക് പ്രയോജനപ്പെടുന്നുണ്ടോയെന്ന് പപ്പ അന്വേഷിച്ചോ? അതെൻ്റെ ജോലിയല്ല. അവൾക്ക് ഭർത്താവല്ല ഗാർഡിയൻ, അവളുടെ കൂടപ്പുറപ്പുകളാണ്. ദേഷ്യം കൊണ്ട് പപ്പയുടെ മൂക്ക് ചുവക്കുന്നത് അലീന കണ്ടു. അവൾ കുറച്ചു സമയം മിണ്ടാതെ നിന്നു. സ്റ്റാൻലി ഗ്ലാസ്സിലേക്ക് മദ്യമൊഴിച്ചപ്പോൾ അവൾ അടുത്തു ചെന്ന് അളവ് നോക്കി. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കൂടുതൽ ഒഴിച്ചേക്കരുത് കേട്ടോ. സ്റ്റാൻലി മിണ്ടിയില്ല. അല്പനിമിഷം കഴിഞ്ഞിട്ട് വീണ്ടും, പപ്പ, ഞാൻ 2 ദിവസം അവിടെ പോയി നിൽക്കട്ടെ? വേണ്ട വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുണ്ട് പപ്പ. പപ്പ ഇങ്ങനെ വാശി പിടിക്കല്ലേ. ഞാൻ പപ്പയുടെ ജോലിയാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ദിവസവും ഞാൻ ഇവിടെ വന്നിട്ട് പോയിക്കൊള്ളാം. എനിക്കവിടെ ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നുള്ളത് ഉറപ്പാ. അതല്ലേ പപ്പയുടെ പേടി? സ്റ്റാൻലി മൗനം അവലംബിച്ചു. അപ്പോൾ വീണ്ടും അലീന പറയുകയാ, അല്ലെങ്കിൽ തന്നെ ബബിതയെ ഇവിടെ വിട്ടിട്ട് എനിക്കങ്ങനെ വല്ലയിടത്ത് പോയി നിൽക്കാൻ പറ്റുമോ പപ്പ? അവിടെ ചെന്ന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ ചോദിക്കുന്നത്. എൽസമ്മ ആൻറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഞാൻ ടാനിയയോട് ചോദിച്ചു. അവൾക്ക് പോലും ശരിക്കും അറിഞ്ഞുകൂടാ. ഡോക്ടർ കുറിച്ചു കൊടുത്ത മരുന്ന് വാങ്ങി കഴിപ്പിക്കുന്നുണ്ട്, അത്ര തന്നെ. റീത്താമ്മ ആൻറ്റിയോട് ചോദിച്ചപ്പോൾ അവർ മുഖം വീർപ്പിച്ചു. ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ല അവർ. ചികിത്സിച്ച ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറെ കാണണം, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അന്വേഷിക്കണം. തക്കതായ ചികിത്സ കൊടുത്താൽ സംസാരശേഷിയെങ്കിലും വീണ്ടെടുക്കാൻ പറ്റുമോ എന്നറിയണം. അവർക്ക് കൊടുത്തതൊക്കെ പോകട്ടെ. പപ്പ, എനിക്ക് കുറച്ച് രൂപ തന്നയക്കണം. പപ്പ കണ്ടില്ലല്ലോ എൽസമ്മ ആൻറ്റിയുടെ ദയനീയാവസ്ഥ. കണ്ടാൽ പപ്പ ഒരിക്കലും എന്നോട് പോകണ്ട എന്ന് പറയില്ല. എനിക്ക് അപ്പച്ചനോടും കൂടി ഒന്ന് ആലോചിക്കണം. മതി, ആലോചിച്ചിട്ട് മതി. നീ ചെന്ന് അപ്പച്ചനോട് ഇങ്ങോട്ട് വരാൻ പറ.
ആ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം. അലീന തിടുക്കത്തിൽ മുറിവിട്ടിറങ്ങി. തുടർന്ന് കാണുന്നത് അഞ്ചലിലേക്ക് സ്റ്റാൻലിയും അലീനയും ബബിതയും കൂടി വാഹനത്തിൽ യാത്ര ചെയ്യുന്ന കാഴ്ചയാണ്. അലീനയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ബബിത ബാക്ക് സീറ്റിന്റെ മധ്യഭാഗത്തേക്ക് നീങ്ങിയിരുന്ന് അലീന ഡ്രൈവ് ചെയ്യുന്നു നോക്കുകയാണ്. സ്റ്റാൻലിയും അവളുടെ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചുകൊണ്ട് മുൻ സീറ്റിലിരിപ്പുണ്ട്. അലീനയ്ക്ക് ചെറിയ പിഴവുകൾ പറ്റുമ്പോൾ പോലും സ്റ്റാൻലി കടുത്ത ഭാഷയിൽ വഴക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. തലയ്ക്ക് പിറകിൽ അടി കിട്ടിയേക്കുമെന്ന് അലീനയ്ക്ക് പേടിയുണ്ടായിരുന്നു. സ്റ്റാൻലി ഡ്രൈവിംഗ് പഠിപ്പിച്ചിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് അടി കിട്ടിയിട്ടുമുണ്ട്. സ്റ്റാൻലി കൂടെ കൂടെ വഴക്ക് പറയുന്നത് കേട്ടുകൊണ്ട് ബബിത പറയുകയാണ്, അന്ന് ഞങ്ങൾ പാലായിൽ നിന്ന് കുളത്തുപുഴയ്ക്ക് വന്നപ്പോൾ അലീന ചേച്ചിയാണല്ലോ കാർ ഓടിച്ചത്. അന്നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. ഉടനെ സ്റ്റാൻലി, നല്ലൊരു ഡ്രൈവർ അടുത്തിരുന്നെങ്കിലേ കുഴപ്പങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. ബൈജു നല്ലൊരു ഡ്രൈവറല്ലേ, ഒരു കുറ്റവും പറഞ്ഞില്ലല്ലോ. ബൈജു ഇവളുടെ കുറ്റം പറയുമോ? കൊള്ളാം. അപ്പോൾ പെട്ടെന്ന് അലീന, പെണ്ണെ നീ ബൈജുവിനെ ചേട്ടാന്ന് വിളിക്കണം കേട്ടോ, നിന്നേക്കാൾ പ്രായക്കൂടുതലുണ്ട്. ഇതിനിടയിൽ പെട്ടെന്ന് കാർ വളവ് തിരിയുകയും എതിരെ വന്ന ഒരു ബസ്സിനെ വെട്ടി ഒഴിഞ്ഞു പോവുകയും ചെയ്തു. ഇത്തവണ അലീനയ്ക്ക് നല്ലൊരു കിഴുക്ക് കിട്ടി. എവിടെ നോക്കി അടി ഓടിക്കുന്നത്? ഈ ഹോൺ എന്തിനാ വെച്ചിരിക്കുന്നത്? സോറി പപ്പ, സോറി. അലീന കണ്ണ് ചിമ്മി. അഞ്ചലിലെ വീട്ടിലേക്ക് അല്പദൂരം കൂടിയേ ശേഷിച്ചിരുന്നുള്ളൂ. കാറ് ഒരു ഗേറ്റിന് മുൻപിലെത്തി നിന്നു. അലീന പറയുകയാണ്, പപ്പ ഇറങ്ങണ്ട, ഞാൻ തുറന്നോളാം ഗേറ്റ്. അലീന ഇറങ്ങിച്ചെന്ന് ഗേറ്റ് തുറന്നിട്ട് തിരിച്ചു വന്ന് കാറിൽ കയറി. കാർ ഓടിച്ച് വീടിൻ്റെ പോർച്ചിന് സമീപം കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് എങ്ങനെയുണ്ടടി എൻ്റെ ഡ്രൈവിങ്? അലീന കുസൃതിയിൽ പിന്നോട്ട് തിരിഞ്ഞു ചോദിച്ചു. വാവ്, ഫണ്ടാസ്റ്റിക്. ചേച്ചി പല തവണ ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ബബിത അത് പറഞ്ഞു തീർന്നതും സ്റ്റാൻലി പൊട്ടി അങ്ങ് ചിരിച്ചു. അത്രയ്ക്കങ്ങ് കളിയാക്കിയൊന്നും വേണ്ട കേട്ടോ, ഞാൻ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാർ ഓടിച്ചത്. അല്ലെങ്കിൽ പപ്പയോട് ചോദിച്ചു നോക്ക്. അപ്പോൾ സ്റ്റാൻലി ചിരി നിർത്തിയിട്ട് പറയുകയാണ്, ശരിയാ, ചെറിയ ചില പിഴവുകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, സാരമില്ല. അപ്പോൾ വീണ്ടും ബബിത, ചെറിയ കൈപ്പിഴ മാത്രം മതിയല്ലോ തല പോകാൻ. പപ്പ ഇവളെ കൂടി ഒന്ന് ഡ്രൈവിംഗ് പഠിപ്പിച്ചേക്കണേ. എന്തായാലും ഇവിടെ വെറുതെ നിൽക്കിയല്ലേ. യോ, എനിക്ക് പഠിക്കണ്ടായേ. ഇന്നലെ നീയല്ലേ പറഞ്ഞത് ഡ്രൈവിംഗ് പഠിച്ചാൽ കൊള്ളാവുന്നു. പപ്പയുടെ ഈ കൈ കൊണ്ട് ഒറ്റ അടി അടിച്ചാൽ ഞാൻ ചത്തുപോകും, അതുകൊണ്ടാണ് പറഞ്ഞ് എനിക്ക് പഠിക്കണ്ടെന്ന്. എടി മോളെ, എനിക്കിട്ടടിക്കുന്നത് പപ്പയുടെ സ്വന്തമാണല്ലോ എന്നുള്ള അധികാരം വെച്ചല്ലേ. പക്ഷെ നിന്നെ തല്ലാൻ നേരത്ത് പപ്പയ്ക്ക് വൈജയന്തിയുടെ ഓർമ്മ വരും, അന്നേരം കൈ താനേ താഴും. അലീന പറഞ്ഞു തീരും മുമ്പ് സ്റ്റാൻലി ഡോർ തുറന്നിറങ്ങിക്കഴിഞ്ഞു. കാർ പോർച്ചിൽ ഒരു ബൈക്കും 2 സൈക്കിളും കൂടി ഇരിപ്പുണ്ടായിരുന്നു. ടാനിയായും ടെൽസയും ടോജോയും സിറ്റൗട്ടിലിറങ്ങി നോക്കി നിൽക്കുന്നത് അയാൾ കണ്ടു. ചെറിയൊരു ജിജ്ഞാസയല്ലാതെ ആരുടെയും മുഖത്ത് പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നും തന്നെയില്ല. അലീന ഡോർ തുറന്നിറങ്ങുന്നത് കണ്ട് പിൻവലിയാൻ ഭാവിച്ച ടാനിയ ബബിതയെ കണ്ടതോടെ തിരിഞ്ഞു നിന്നു. ആകാംക്ഷയോടെ അവൾ ബബിതയെ നോക്കി. തുടർന്നവൾ ടോജോയ്ക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പിറുപിറുക്കുകയാണ്, ഏതാണപ്പാ ഈ പുതിയ അവതാരം? അലീനയെ കണ്ടതും ടെൽസ ചിരിച്ചുകൊണ്ട് ചാടി ഇറങ്ങിച്ചെന്നു. അത് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ബബിതയ്ക്ക് മനസ്സിലായി. വൃത്തിഹീനമായ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. അവൾ അടുത്തു വന്നപ്പോൾ പുളിച്ച വിയർപ്പിൻ്റെയും കനത്ത എണ്ണയുടെയും ഗന്ധമടിച്ചു. അലീന ചേച്ചി വാത്സല്യത്തോടെ അവളെ ആശ്ലേഷിക്കുന്നത് കണ്ട് ബബിത വിസ്മയം പൂണ്ടു. ടെൽസ ബബിതയുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുകയാണ് അലീനയോട്, ആരാ ചേച്ചി ഇത്? ഇത് ബബിത, നിന്റെ ഒരു ചേച്ചിയാ. ആണോ? ടെൽസ ബബിതയെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചു. എന്നിട്ട് പറയുവാ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ടാനിയ ഇതിനകം അകത്തേക്ക് തിരിച്ചു പോയി കഴിഞ്ഞിരുന്നു. ടോജോ അലീനയെയും സ്റ്റാൻലിയെയും ബബിതയെയും മാറി മാറി നോക്കിക്കൊണ്ട് സിറ്റൗട്ടിൽ നിൽപ്പുണ്ട്. സ്റ്റാൻലി അവൻ്റെ അടുത്തേക്ക് ചെന്നു. നിനക്കിന്ന് ക്ലാസ് ഇല്ലായിരുന്നോ? ഇന്ന് ശനിയാഴ്ചയല്ലേ? ഓ, അത് ശരി. നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ട്. ഇനിയും ചോദിക്കാനും പറയാനും ഒന്നുമില്ല അപ്പനും മകനും ഇടയിൽ. അലീന ടെൽസയെയും കൂട്ടിക്കൊണ്ട് സിറ്റൗട്ടിലേക്ക് കയറി. ഇങ്ങോട്ട് കയറി വാടി, അവൾ തിരിഞ്ഞു ബബിതയെ വിളിച്ചു. അപ്പോൾ ടെൽസയും തിരിഞ്ഞ് ബബിതയുടെ മുഖത്ത് നോക്കിയിട്ട് കയറി വാടി. പെട്ടെന്ന് അലീന, അയ്യോ മോൾ എടീന്നൊന്നും വിളിക്കരുത് കേട്ടോ, ചേച്ചിന്നാ വിളിക്കേണ്ടത്. എങ്ങനെയാ? ചേച്ചി. ടെൽസ സമ്മതിച്ചു. ബബിത സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു. അലീന ടോജോയോട് കുശലം ചോദിച്ചു. അവൾ അകത്തേക്ക് നീങ്ങിയപ്പോൾ ബബിതയും പുറകെ ചെല്ലുവാൻ ഭാവിച്ചു. വേണ്ട മോളെ, നീ ഇവിടെയെങ്ങാനും വരുന്നു. എനിക്ക് കൂടി കാണണ്ടേ എൽസമ്മ ആൻറ്റിയെ? നീ കാണാതിരിക്കുന്നതാ നല്ലത്. പക്ഷെ ബബിത സമ്മതിച്ചില്ല. അവളും കൂടെ ചെന്നു. ടാനിയ ഒരു ഫയൽ നെഞ്ചോടടുക്കി പിടിച്ചുകൊണ്ട് ലിവിംഗ് റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു. സ്റ്റാൻലി ചോദിക്കുകയാണ്, നീ എവിടെ പോകുന്നു? എനിക്ക് ക്ലാസ് ഉണ്ട്. അത്രയും പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അലീനയുടെ പിന്നാലെ സ്റ്റാൻലിയും ബബിതയും ഒരു വാതിലിന് നേർക്ക് നീങ്ങി. വാതിൽ ചാരിയിട്ടിരിക്കുകയാണ്. അലീന അത് മെല്ലെ തള്ളി തുറന്നു. മനം പുരട്ടലുണ്ടാക്കുന്ന ഒരു ദുർഗന്ധം പുറത്തേക്ക് വമിച്ചു. വെന്റിലേഷനിലൂടെ കടന്നു വരുന്ന പകൽ വെളിച്ചം മാത്രമേ ഉള്ളൂ മുറിയിൽ. സ്റ്റാൻലിയുടെ പിന്നാലെ അകത്തേക്ക് കയറിയ ബബിത ശുദ്ധവായുവിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ചു. അലീന ചുമരിലെ സ്വിച്ച് ബോർഡ് കണ്ടുപിടിച്ച് ലൈറ്റ് ഇട്ടു. കട്ടിലിൽ വസ്ത്രങ്ങൾക്കിടയിൽ കുഴഞ്ഞു കിടക്കുന്നൊരു മനുഷ്യരൂപം അത് കണ്ട് സ്റ്റാൻലി ഞെട്ടിപ്പോയി. കുഴിയിലാണ്ടുപോയ കണ്ണുകളും ഉന്തിയ കവിളല്ലുകളും ഒട്ടിയ കവിളുകളും
മരണത്തിന്റെ വിളർച്ചയുമായി ഒരു മുഖം, വായ ഒരു വശത്തേക്ക് കോടിയിരിക്കുന്നു. കടവായിലൂടെ ഉമിനീരൊലിക്കുന്നുണ്ട്. ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കൊടുക്കാനായി മൂക്കിലൂടെ ട്യൂബ് ഇട്ടിരിക്കുന്നു. മറുവശത്തേക്ക് അല്പം ചരിഞ്ഞു കിടക്കുന്ന ശരീരം ഒരു പഴയ സാരി കൊണ്ട് പുതപ്പിച്ചിരിക്കുന്നു. കഴുത്ത് പിരിഞ്ഞ മട്ടിൽ തല ചെരിച്ച് മുറിയിലുള്ളവരെ കാണാൻ ശ്രമിക്കുകയാണ്. തെരുവോരത്ത് മാലിന്യങ്ങൾ തളം കെട്ടിയ ഓടയ്ക്ക് സമീപം മെലിഞ്ഞ് എല്ലരിച്ച് ചാവാറായി കിടക്കുന്ന ഒരു മൃഗം ചുറ്റും കൂടിയവരെ നോക്കുന്നത് പോലെ. കട്ടിലിന് കീഴിൽ മലിനജലം തളം കെട്ടി കിടക്കുന്നു. മുറിയിലെമ്പാടും ഈച്ചയാർക്കുന്നുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് താൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട രൂപമേ അല്ല ഇതെന്ന് സ്റ്റാൻലി ഉൾക്കിടിലത്തോടെ ഓർത്തു. ദുർഗന്ധപൂരിതമായ അന്തരീക്ഷത്തിൽ നിന്ന് ബബിത ആദ്യം തന്നെ പിൻവലിഞ്ഞു. സ്റ്റാൻലി മുറി വിട്ടിറങ്ങി. അലീന ചെല്ലുമ്പോൾ രണ്ടുപേരും സിറ്റൗട്ടിൽ മൂകരായി നിൽക്കുകയാണ്. പപ്പ വല്ലാതെ അസ്വസ്ഥനായിരിക്കുന്നുവെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ആരോടെല്ലാമോ കടമെടുത്ത വെറുപ്പും അമർഷവും ഇരമ്പുന്ന മുഖം. അലീന അരികെ ചെന്ന് സൗമ്യമായി അയാളുടെ കരം ഗ്രഹിച്ചു. സാരമില്ല പപ്പ, പപ്പ സമാധാനമായിട്ട് പൊയ്ക്കോ, ഞാൻ നോക്കിക്കൊള്ളാം. സ്റ്റാൻലി തൻ്റെ മകളുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ഇടത് കൈകൊണ്ട് അവളെ ആശ്ലേഷിച്ചു. ഇടറുന്ന ശബ്ദത്തോടുകൂടി അയാൾ പറയുകയാണ്, നിനക്ക് മാത്രമേ ഇത് പറ്റൂ. പെട്ടെന്ന് മുഖം തിരിച്ച് അയാൾ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, അത് വളരെ പ്രാധാന്യമുള്ളതാണ്, കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത്. ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.